എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെരും മഴയും ദുരിതപ്പെയ്ത്തും ഉരുൾപൊട്ടലും പ്രളയവും നമ്മുടെ നാടിനെ നടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എല്ലാവരോടും സ്വസ്ഥമായി അവരവരുടെ വീട്ടിലിരിക്കാനും നമ്മുടെ നാട് എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്കും ഈ പ്രളയപ്പെയ്ത്തെല്ലാം ഒഴിവായിക്കൊണ്ട് സന്തോഷകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ഞായറാഴ്ച വാരാന്ത്യ മാധ്യമത്തിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ പുസ്തകം വിലായത്തുൽ ഫക്കീഹിലെ സൂര്യൻ എന്ന ആ പുസ്തകത്തെ പറ്റി അപഗ്രഥിച്ചുകൊണ്ട് അവർ കൊടുത്ത ഒരു റിവ്യൂ. ആ പുസ്തകം ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഞാൻ മുമ്പ് അതിനെപ്പറ്റി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടായി, ഇപ്പോൾ എങ്ങനെ അത് മുന്നോട്ട് പോകുന്നു, ഇനി എന്താണ് അതിനുള്ള സൊല്യൂഷൻ, എന്തുകൊണ്ട് ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളെ തകർത്ത അമേരിക്കയ്ക്ക് ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനെയിയും സർവ സൈന്യാധിപരായിരുന്ന 40ഓളം പേരെയും ഒരുമിച്ച് കൊലപ്പെടുത്തിയിട്ടും ഇപ്പോഴും യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇറാൻ ചെറുത്തുനിൽപ്പ് തുടരുന്നു എന്നതിനെക്കുറിച്ച് ആധികാരികവും സൂക്ഷ്മവുമായുള്ള ഒരു പഠനമാണ് വിലായത്തുൽ ഫക്കീഹിലെ സൂര്യൻ എന്ന പുസ്തകത്തിലൂടെ ഞാൻ അവതരിപ്പിച്ചത്. ചരിത്രം ഒരിക്കലും അവസാനിക്കുന്നില്ല. ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് മധ്യേഷ്യൻ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഇതേ ലോകത്ത്, അതായത് ഇത് പണ്ട് നമ്മൾ പറയുന്നത് ഡാർക്ക് ഏജ് ഒന്നുമല്ല, ഈ 2026 വർഷത്തിൽ പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അവനവൻ്റെ വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നതിന് വേണ്ടി കല്ലും കവണയുമായി വലിയൊരു പട്ടാള വിഭാഗത്തോട് ഏറ്റുമുട്ടി ചെറുത്തുനിൽപ്പിൻ്റെ പാത സ്വീകരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഫലസ്തീനികൾ. അവരുടെ പ്രശ്നം, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ വല്യപ്പന്മാർ ചെയ്ത തെറ്റ് പണ്ട് കാലത്ത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഇസ്രായേലികളെ അല്ലെങ്കിൽ ജൂതന്മാരെ സ്വീകരിക്കാൻ ഒരു രാജ്യവും തയ്യാറാകാണ്ടിരിക്കുന്ന സമയത്ത് പണ്ട് അറബി ഒട്ടകത്തിന് തല ചായ്ക്കാൻ ഇടം കൊടുത്തതുപോലെ ഈ ജൂതന്മാർക്ക് ഒരു ചെറിയൊരു രാജ്യം ഉണ്ടാക്കുന്നതിന് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം സ്ഥലം അനുവദിച്ചു കൊടുത്തു എന്നതാണ് ഫലസ്തീൻ ജനതയ്ക്ക് പറ്റിയ തെറ്റ്. അതിന് അവർ കൊടുക്കേണ്ടി വന്ന വിലയാണ് ഇപ്പം ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട്, ജൂതന്മാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്ത് കുറച്ച് പേരാടെ ബാക്കി വെച്ച ശേഷം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്രേ, ഞാൻ ഇവരെ കുറച്ച് പേരെ എന്തിനാണ് ബാക്കി വെക്കുന്നതെന്ന് വെച്ചാൽ കുറേ കാലം കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇവരുടെ സ്വഭാവം എന്താണെന്നും ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത്രയും ജൂതന്മാരെ കൊന്നത് എന്നും ലോകം തിരിച്ചറിയുന്നൊരു കാലഘട്ടം വരും, അതിനു വേണ്ടി മാറ്റി വെച്ചതാണ്. അതാണ് ഇപ്പോൾ സത്യത്തിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് ഹിറ്റ്ലറെ ന്യായീകരിക്കുന്നൊന്നുമല്ല, എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇത്രയും ജൂതന്മാരെ കൊന്നതെന്ന് നമുക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഈ ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ നിരവധി സമ്പന്ന രാഷ്ട്രങ്ങളായ അറബി രാജ്യങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നപ്പോൾ ആകെ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് ഒന്ന് പണ്ട് സദ്ദാം ഹുസൈൻ്റെ ഇറാഖും ഇപ്പോഴത്തെ ഇറാനുമാണ്. ഒരുപാട് കാലം അവരെ തമ്മിലടിപ്പിച്ചു, എന്നിട്ടും പ്രശ്നം തീർന്നില്ല. ഇറാഖിലെ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നു, ആ രാജ്യം കൊട്ടിച്ചോറാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വർത്തമാനകാല കാഴ്ചകളായതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വാങ്ങണം.
270 രൂപയാണ് വില. കോഴിക്കോട് ബുക്ക് ആൻഡ് പ്രിൻ്റ് പബ്ലിക്കേഷൻസാണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. എല്ലാവരും അവിടെ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടും, വാങ്ങണം. ഇനി പിന്നെ അവരുടെ നമ്പറോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ നമ്പർ തരുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.